പ്രിയ കുട്ടികളെ, സെക്കൻഡ് ടൈം 2023-24 ഗണിതം പരീക്ഷയിലെ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കൂട്ടുകാർക്കെല്ലാം സ്വാഗതം. 6 ആക്ടിവിറ്റികളാണ് നൽകിയിരിക്കുന്നത്. അതിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. മാത്രമല്ല, ഒരു പ്രവർത്തനത്തിന് 5 ഉപചോദ്യങ്ങൾ നൽകിയിട്ടുണ്ടാകും, ക്ലസ്റ്റർ ക്വസ്റ്റ്യൻസ്. അതിനുകൂടി ഉത്തരം എഴുതിയാൽ മാത്രമാണ് പൂർണ്ണമായും മാർക്ക് ലഭിക്കുക. ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. പ്രവർത്തനം 1, ക്രിക്കറ്റ് മത്സരം. അവിടെ ഒരു ബോർഡ് നൽകിയിട്ടുണ്ട്, കൂട്ടുകാർ ശ്രദ്ധിക്കുക. ബ്രദേഴ്സ് ക്ലബ്ബും ഫ്രണ്ട്സ് ക്ലബ്ബും തമ്മിലാണ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്തത് ബ്രദേഴ്സ് ക്ലബ്ബാണ്. അവർ എടുത്ത റൺസ് എത്രയാണ്? 276 റൺസ് എടുത്തു എന്ന് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. ബാറ്റ് ചെയ്തവർ നേടിയ റൺസ് സ്കോർ ബോർഡിൽ കൊടുത്തിരിക്കുന്നു. രാഹുലിൻ്റെ റൺസ് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ കളിയിൽ ബാറ്റ് ചെയ്തവർ അജൽ, നിർമ്മൽ, രാഹുൽ, ജോബിൻ, സച്ചിൻ. അവർ നേടിയ റൺസുകൾ എത്രയാണ്? 103, 47, 30, 41. അവർ ആകെ നേടിയ റൺസ് 276. പക്ഷേ ഒരാളുടെ മാത്രം, രാഹുലിൻ്റെ മാത്രം റൺസ് അവിടെ കൊടുത്തിട്ടില്ല. അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? രാഹുൽ എത്ര റൺസാണ് എടുത്തതെന്ന് അറിയണമെങ്കിൽ 276 നിന്നും ബാക്കി കൂട്ടുകാർ, രാഹുൽ ഒഴികെയുള്ള കൂട്ടുകാർ ആകെ എത്ര റൺസ് എടുത്തു എന്ന് കൂട്ടി നോക്കണം. 103, 47, 30, 41 കൂടി കൂട്ടാം. കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൂട്ടാം. 103, 147 എന്ന് പറയുമ്പോൾ തന്നെ 47ൻ്റെ കൂടെ 3 കൂട്ടി 10 ആക്കിയിട്ട് 150, പിന്നെ 30, 180, പിന്നെ 41, അങ്ങനെ കൂട്ടിച്ചേർത്ത് എഴുതാം. അതല്ലെങ്കിൽ ഈ സൈഡിൽ കാണുന്ന സ്ഥലത്ത് ചോദ്യം കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. അവിടെ തന്നെ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉപചോദ്യം ബി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ബാറ്റ് ചെയ്ത ഫ്രണ്ട്സ് ക്ലബ്ബ് 218 റൺസ് എടുത്തപ്പോൾ എല്ലാവരും പുറത്തായി. അപ്പോൾ ജയിച്ച ടീമും ഈ വിജയിക്കാത്ത ടീമും, അതായത് 2 ടീമും തമ്മിൽ എത്ര റൺസിൻ്റെ വ്യത്യാസമുണ്ട്? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 276 നിന്നും ഫ്രണ്ട്സ് ക്ലബ്ബ് നേടി 218 റൺസ് കുറച്ചാൽ മതിയാകും അല്ലേ? അപ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്ത ഫ്രണ്ട്സ് ക്ലബിനെ കഴിഞ്ഞും കൂടുതലായിട്ട് റൺസ് ബ്രദേഴ്സ് ക്ലബ്ബ് നേടിയത്? 276 കുറയ്ക്കണം, 218 നൽകിയിരിക്കുന്ന സ്ഥലത്ത് കുറയ്ക്കുക. അപ്പോൾ 58 എന്ന ഉത്തരം വരും. അടുത്തത് വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ്. രൂപങ്ങൾ വരയ്ക്കാം എന്നുള്ള ഒരു പാഠം നമ്മൾ പഠിക്കുകയുണ്ടായി. ത്രികോണം, വൃത്തം, ചതുരം തുടങ്ങിയ രൂപങ്ങളാണ് നമ്മൾ അവിടെ മുഖ്യമായും പഠിച്ചത്. പല തരത്തിലുള്ള രൂപങ്ങൾ നൽകുകയും ത്രികോണം എത്ര, വൃത്തം എത്ര, ചതുരം എത്ര എന്നുള്ള പ്രവർത്തനങ്ങൾ ധാരാളം ക്ലാസ്സിൽ ചെയ്തതുമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം വളരെ എളുപ്പമായി കൂട്ടുകാർക്ക് ചെയ്യാം. ചിത്രത്തിലുള്ള രൂപങ്ങൾ ഏതൊക്കെയാണെന്ന്, വട്ടം അല്ലെങ്കിൽ വൃത്തം മാത്രം നൽകിയിട്ടുണ്ട്. ബാക്കി 2 കോളങ്ങളിൽ വേറെ ഏതൊക്കെ രൂപങ്ങളാണോ ഉള്ളത് എന്ന് എഴുതണം. ത്രികോണം, ചതുരം, 4 വശങ്ങളുള്ളത് ചതുരം, 3 വശങ്ങളുള്ളത് ത്രികോണം എഴുതിയിട്ട് എത്ര ത്രികോണങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കാം. തുടർന്ന് എത്ര ചതുരമുണ്ടെന്നും എണ്ണി നോക്കുക. അതുപോലെ തന്നെ ആ ക്ലസ്റ്റർ ചോദ്യത്തിൽ തന്നിരിക്കുന്ന അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ബി, ത്രികോണം, ചതുരം, വട്ടം ഇവ ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കുക. എല്ലാ കൂട്ടുകാരും ചെയ്തിട്ടുള്ള ഒരു ഉത്തരമാണത്. ത്രികോണം, ചതുരം, വട്ടം ഇവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്, പൂച്ച, അതുപോലെ തന്നെ കാറ്, ജീപ്പ്, ലോറി, മീൻ, പക്ഷി, ഇങ്ങനെ ധാരാളം ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത പ്രവർത്തനം 3ലേക്ക് പോകാം. അളന്നെഴുതാനുള്ളതാണ്. ധാരാളം കൂട്ടുകാർ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ആദ്യത്തെ നോക്കാം. ABCDE 5 ക്ലസ്റ്റർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 5 ഉപചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ചുവടെ കൊടുത്ത വസ്തുക്കളുടെ നീളം അളന്നെഴുതുക എന്നുള്ളതാണ്. പേന, പെൻസിൽ, ഒരു തീപ്പെട്ടി, ഇവ 3ൻ്റെ നീളം ഒന്ന് അളന്നെഴുതുക എന്നുള്ളതാണ്. അവിടെ നൽകിയിരിക്കുന്ന സംഖ്യകളെ ഒന്നും നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. 7, 8, 8, 9, 9, 10, 10, 11, 11, 12, 12, 13, 13, 14, 14, 15 എത്ര സെൻറ്റിമീറ്ററാണ് ഉള്ളത് എന്നാണ് എഴുതേണ്ടത്. ഒട്ടുമിക്ക കുട്ടികളും 15 സെൻറ്റിമീറ്റർ എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉത്തരം എത്രയാണ്? എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 7 ന് 8 1 സെൻറ്റിമീറ്റർ കണക്കാക്കുക. 8 ന് 9 1 സെൻറ്റിമീറ്റർ കണക്കാക്കുക. 9 ന് 10 1 സെൻറ്റിമീറ്റർ. 10 ന് 11 1 സെൻറ്റിമീറ്റർ. 11 ന് 12 1 സെൻറ്റിമീറ്റർ. 12 ന് 13 1 സെൻറ്റിമീറ്റർ. 13 ന് 14 1 സെൻറ്റിമീറ്റർ. 14 ന് 15 1 സെൻറ്റിമീറ്റർ. ആകെ എത്രയാണ്?
1 2 3 4 5 6 7 8 സെൻറ്റിമീറ്റർ എന്നാണ് ഉത്തരം വരേണ്ടത് അല്ലേ? 3 4 5 6 7 8 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പെൻസിൽ നോക്കാം. വളരെ എളുപ്പത്തിൽ 1 2 3 സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം എഴുതണം. അതുപോലെ തീപ്പെട്ടിയുടെ നീളം അളന്ന് എഴുതുമ്പോൾ എത്രയാണ് കിട്ടുക? 8 9 മുതൽ 9 10 വരെ, 10 11 11 12 വരെ തീപ്പെട്ടിയുടെ അളവ് വരുന്നത്. അടുത്തത് ഡി ക്ലസ്റ്റർ ചോദ്യം. ഡി 1 മീറ്റർ എന്നാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ എന്ന് ധാരാളം പ്രാവശ്യം നമ്മൾ കേട്ടതാണ്, പഠിച്ചതാണ്. ഉപചോദ്യത്തിലെ ഇ നീളം കൂടിയ നിഴൽ കാണുന്നത് ചുവടെ കൊടുത്തവയിൽ ഏത് സമയത്താണ്? രാവിലെ, ഉച്ചയ്ക്ക്? ഉത്തരം രാവിലെ. നോക്കുക, ദൂരം കൂടുതൽ നിഴൽ കാണുന്നത് രാവിലെയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നിഴലിൻ്റെ നീളം നോക്കാൻ കൂട്ടുകാർ മറക്കരുത്. പ്രവർത്തനം 4 സമയം കാണുന്ന ഒരു പ്രവർത്തനമാണ്. മെൽവിനും കുടുംബവും സിനിമ കാണാൻ പോയി. രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി 10 മിനിറ്റ് നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. ചോദ്യം എ. ഒന്നാമത്തെ ഉപചോദ്യം. ബസ് സ്റ്റോപ്പിലെത്തിയ സമയം ഏത്? 9 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി 10 മിനിറ്റ് കൊണ്ട് നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ 9:10. എന്താണ് ബി ഉപചോദ്യം കൊടുത്തിരിക്കുന്നത്? 10 മിനിറ്റ് കഴിഞ്ഞാണ് ബസ് എത്തിയത്. അപ്പോൾ 9:10 എത്തി. വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞാണ് ബസ് എത്തിയത്. 9:20 എന്ന് കൂട്ടുകാർ മനസ്സിൽ കാണണം. തുടർന്ന് 30 മിനിറ്റ് യാത്ര ചെയ്ത് തിയേറ്ററിലെത്തി. അപ്പോൾ എത്രയാണ് ആകെ സമയം? 9:10. 10 മിനിറ്റ് കഴിഞ്ഞാണ് ബസ് സ്റ്റോപ്പിലെത്തിയത്. 10 മിനിറ്റ് കഴിഞ്ഞാണ് ബസ് എത്തിയത്. 30 മിനിറ്റ് യാത്ര ചെയ്താണ് തിയേറ്ററിലെത്തിയത്. അപ്പോൾ 9:20 കൂടെ 9:30 കൂടി ചേർക്കുക 9:50. 9:50 ശരിയായ ഉത്തരം. 9:40 എന്ന് ധാരാളം കുട്ടികൾക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് നിങ്ങൾ ഉള്ള സമയം അവിടെ രേഖപ്പെടുത്തി കൂട്ടി നോക്കുക എന്നുള്ളതാണ്, കുറച്ച് നോക്കുക എന്നുള്ളതാണ്. അടുത്ത ഉപചോദ്യം സി. 9:50 അവർ തിയേറ്ററിലെത്തിയല്ലോ. 10:20 സിനിമ ആരംഭിച്ചു. ചോദ്യം എന്താണ്? തിയേറ്ററിൽ എത്തിയതിനു ശേഷം സിനിമ തുടങ്ങുന്നത് വരെ കാത്തിരുന്ന സമയത്തിൻ്റെ അളവാണ് ചോദിക്കുന്നത്. 10:20 ആരംഭിച്ചു, അവർ 9:50 എത്തി. അപ്പോൾ 9:50 കഴിഞ്ഞ് 9:60 എന്ന് പറയുമ്പോൾ 10 മണിക്ക് 10 മിനിറ്റ് അല്ലേ? വീണ്ടും 10:20 സിനിമ ആരംഭിച്ചു. അവിടെ ഒരു 20 മിനിറ്റ്. മുൻപത്തെ 10 മിനിറ്റും ഇപ്പോഴത്തെ 20 മിനിറ്റോട് കൂടിയ 30 മിനിറ്റ് കാത്തിരുന്ന ശേഷമാണ് അവർക്ക് സിനിമ ആരംഭിച്ചതും അവർ കണ്ടതും. തുടർന്ന് വരുന്ന ചോദ്യം വളരെ രസകരമായ ഒരു ചോദ്യമാണ്. ഡി. 1:15 മണിക്ക്, അതായത് 1:15 മണിക്ക് സിനിമ അവസാനിച്ചു. സിനിമ എത്ര സമയം ഉണ്ടായിരുന്നു? അപ്പോൾ 10:20 കഴിഞ്ഞ് 11:20, 12:20, 1:20 എന്ന് കൂട്ടിയാൽ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതിൽ നിന്നൊരു 5 മിനിറ്റ് മാത്രം കുറച്ചാൽ മതി. ഇപ്പോൾ 2 മണിക്കൂർ 55 മിനിറ്റ്. നോക്കുക, 10:20 നിന്ന് 11:20, 12:20 എന്ന് പറയുമ്പോൾ തന്നെ 2 മണിക്കൂർ സമയം സിനിമ ഉണ്ട്. വീണ്ടും 12:20 കഴിഞ്ഞ് 1:20, നമുക്ക് 1:20 സമയമില്ല. 1:15, 1:15 സിനിമ തീർന്നു. 1:20 ആണെങ്കിൽ 3 മണിക്കൂർ സിനിമയുണ്ട്. 1:15 ആയതുകൊണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കുറച്ച് 55 മിനിറ്റ്. 60 മിനിറ്റാണ് 1 മണിക്കൂർ അല്ലേ? അപ്പോൾ 55 മിനിറ്റിൽ 2 മണിക്കൂർ 55 മിനിറ്റിൽ സിനിമ അവസാനിച്ചു. പ്രവർത്തനം 5ലേക്ക് കടക്കുകയാണ്. പിറന്നാൾ ആഘോഷത്തിൻ്റെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ആരുടെ പിറന്നാളാണ്? സയാനിയുടെ പിറന്നാളാണ്. 15 ബലൂണുകൾ വാങ്ങണം. 2 കടകളിൽ വില അന്വേഷിച്ചു. ചോദ്യം എ ബി സി ഡി ഈ ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ചോദ്യം ഒന്നാമത്തെ ചോദ്യം, അതായത് എ. ഒന്നാമത്തെ കടയിൽ ഒരു ബലൂണിൻ്റെ വില 11 രൂപയാണ്. 15 ബലൂണുകൾ വാങ്ങാൻ ആകെ എന്ത് വിലയാകും? വളരെ എളുപ്പമാണ്. 11 രൂപ വിലയുള്ള 15 ബലൂണുകൾ വാങ്ങാൻ 11 ഗുണിക്കണം 15 അതവിടെ ചെയ്ത് വെക്കണം. എന്നിട്ട് ഉത്തരം കൂടി എഴുതണം. എങ്കിൽ മാത്രമേ മുഴുവൻ മാർക്ക് ലഭിക്കുകയുള്ളൂ. 11 ഗുണിക്കണം 15 സമ ഉത്തരം എഴുതിയാൽ മാത്രം മാർക്ക് ലഭിക്കുകയില്ല. 11 ഗുണിക്കണം 15 എന്നുള്ളത് ഗുണിക്കുന്ന രീതിയിൽ തന്നെ എഴുതി അവിടെ ഉത്തരം നമുക്ക് 165 എന്ന് ലഭിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ബി. രണ്ടാമത്തെ കടയിൽ 4 ബലൂണുകൾ വാങ്ങിയാൽ ഒരെണ്ണം സൗജന്യമാണ്. 15 ബലൂണുകൾ കിട്ടാൻ എത്ര ബലൂണുകളുടെ വില നൽകണം എന്നുള്ളതാണ് ചോദ്യം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. നമുക്ക് 4 ബലൂണുകൾ വാങ്ങുമ്പോൾ 44 രൂപയാകും. തുടർന്ന് ഒരു ബലൂൺ സൗജന്യമാണ്. ആ ബലൂണിൻ്റെ 11 രൂപ മാറ്റി നിർത്തുക. വീണ്ടും 4 ബലൂണുകൾ വാങ്ങുമ്പോൾ എത്ര ബലൂണുകളായി? 4 4 8 2 10 ബലൂണുകളായി. വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാങ്ങുമ്പോൾ
ഒരു ബലൂൺ സൗജന്യമായി ലഭിക്കും. അപ്പോൾ 15 ബലൂണായി. അപ്പോൾ 4, 3, 12, അതായത് 4 ബലൂണുകൾ വീതം വാങ്ങുന്ന 11 രൂപ വെച്ച് ഗുണിച്ച ശേഷം സൗജന്യമായി ലഭിച്ച ബലൂണുകൾ കൂടി ചേർത്ത് കഴിയുമ്പോൾ 15 ബലൂണുകളും ലഭിക്കും. ഏത് കടയിൽ നിന്ന് വാങ്ങുന്നതാണ് എളുപ്പമെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇനി ഒരു കടയിൽ ബലൂണിൻ്റെ വില 12 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 15 ബലൂണുകൾ വാങ്ങുമ്പോൾ എത്ര വിലയാകും? അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? 15 ബലൂൺ ഇൻറ്റു 12 രൂപ വെച്ച് ഗുണിച്ച് ഉത്തരം കണ്ടെത്തിയാൽ മതിയാകും. ഏത് കടയിൽ നിന്ന് വാങ്ങുന്നതാണ് ലാഭകരമെന്ന് ഇപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 2 കടകളിലെയും ആകെ വിലകളിലെ വ്യത്യാസം എത്ര രൂപയാണ്? ആദ്യത്തെ കടയിൽ ബലൂണിൻ്റെ വില 11ആണ്. രണ്ടാമത്തെ കടയിൽ ഒരു ബലൂണിൻ്റെ വില 12 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 2 കടകളിലെയും ആകെ ബലൂണുകളിൽ വന്നിരിക്കുന്ന വിലകളുടെ വ്യത്യാസം എത്ര ആണ് എന്ന് കണ്ടെത്തുക. അടുത്ത പ്രവർത്തനം 6. വാഹന പാർക്കിംഗ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകും. ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രം നോക്കുക. 3 വാഹനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാർ, മോട്ടോർ സൈക്കിൾ, ബസ്. വരിയിലെയും നിരയിലെയും വാഹനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ബസ്സുകൾ 4 ഗുണിക്കണം 3, 4 നിരയിലായി 3 ബസ്സുകൾ വീതം ഉണ്ട്. 4, 3, 12 എന്ന് കണ്ടെത്തണം. അതുപോലെ മോട്ടോർ സൈക്കിൾ 3 ഗുണിക്കണം 6, 3, 6, 18 എന്ന് കണ്ടെത്തണം. അതുപോലെ കാറുകൾ 2 ഗുണിക്കണം 4, 8 എന്ന് കണ്ടെത്തണം. ഇനി ബസ്സിൻ്റെ ആകെ പാർക്കിംഗ് ഫീസ് എത്രയാണ്? 12 ബസ്സിന് 60 രൂപ വെച്ച് 720 എന്ന് ഗുണിച്ച് കണ്ടെത്തണം. അതുപോലെ തന്നെ മോട്ടോർ സൈക്കിളിൻ്റെ ആകെ പാർക്കിംഗ് ഫീസ് 18 ഗുണിക്കണം 20, 360 എന്ന് കണ്ടെത്തണം. ബാക്കി ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. കാറിൻ്റെ പാർക്കിംഗ് ഫീസ് 35 രൂപയാണ്. 8 കാറുകളാണ് ഉള്ളതെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 35 ഗുണിക്കണം 8, 280 എന്ന് അവിടെ നൽകിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആകെ ഫീസ് എത്രയാകും എന്നുള്ളതൊക്കെ കണ്ടെത്താം. അതുപോലെ തന്നെ ഒരു വരിയിലും നിരയിലൊക്കെ കൂടുതൽ ബസ്സുകൾ വരച്ച് ചേർത്ത്, കൂടുതൽ ബസ്സോ കാറും മോട്ടോർ സൈക്കിളും വരച്ച് ചേർത്ത്, വരിയിലും നിരയിലും വരച്ച് ചേർത്തൊക്കെ ഈ പ്രവർത്തനം നോട്ട് ബുക്കിലേക്ക് ചെയ്യാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 പ്രവർത്തനങ്ങൾ ചെയ്താൽ മതിയാകും. എളുപ്പമുള്ളൊരു പരീക്ഷയാണ്. പഠിപ്പിച്ച ഭാഗത്തു നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും കൂട്ടുകാർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വീഡിയോ കണ്ട് ഈ ചോദ്യങ്ങളുടെ ചോദ്യങ്ങളും ഒക്കെ നോട്ട് ബുക്കിൽ എഴുതി ടീച്ചർമാരെ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ പാഠഭാഗം ഈ വീഡിയോയും കണ്ട് നിങ്ങളുടെ ബോധ്യങ്ങളെ കൃത്യമായി ഉറപ്പിക്കുക. ചെയ്തു നോക്കിയില്ല എങ്കിൽ ഒരു ചോദ്യം തന്നെ വ്യത്യസ്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പലപ്പോഴും ഉത്തരം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ത്രികോണങ്ങളുടെ എണ്ണം, വൃത്തങ്ങളുടെ എണ്ണം, ചതുരത്തിൻ്റെ എണ്ണമൊക്കെ കൂട്ടുകാർ പലരും തെറ്റിക്കുന്നത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് പല ചിത്രങ്ങൾ വരച്ചു നോക്കി അതിൽ വൃത്തം, ചതുരം, ത്രികോണങ്ങൾ, നമ്മുടെ ചുറ്റുപാടും അത്തരം രൂപങ്ങളൊക്കെ ഉണ്ടോ എന്നെല്ലാം കണ്ടെത്തണം. അതുപോലെ ഒരു സ്ഥലത്ത് വാഹനങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കുള്ള പോയ വഴിയിൽ എത്ര ഓട്ടോറിക്ഷ പോയി, എത്ര കാറ് പോയി, എത്ര സൈക്കിൾ പോയി, എത്ര ബസ് പോയി എന്നൊക്കെ ഉള്ളതൊന്ന് നിരീക്ഷിക്കണം. അതുപോലെ തന്നെയാണ് അതിനൊക്കെയുള്ള വിലകൾ സൂചിപ്പിച്ചാലും അത് കൂട്ടി എഴുതാനും കുറയ്ക്കാനും. അതുപോലെ ബലൂൺ വാങ്ങാൻ വേണ്ടിയിട്ട് 12 രൂപ വിലയുള്ള 15 ബലൂൺ വാങ്ങിയാൽ എത്രയാകും? അങ്ങനെയാണെങ്കിൽ 13 രൂപ വിലയുള്ള 15 ബലൂൺ വാങ്ങിയാൽ എത്രയാകും? ഇങ്ങനെ സ്വയം കണ്ടെത്തി പഠിക്കുന്ന ഒരു ശൈലി നിങ്ങൾ പിന്തുടർന്നാൽ മാത്രമേ ഗണിതത്തിലെ കണക്കിൽ നിങ്ങൾക്ക് ഫുൾ സ്കോർ നേടാനാവുകയുള്ളൂ. എല്ലാവർക്കും എ ഗ്രേഡ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായി പഠിക്കുക. ഗുണനം ഗണിതത്തിൻ്റെ അവശ്യ ഘടകമാണ്. എല്ലാം വളരെ പ്രധാനവുമാണ്. നന്നായി പഠിക്കുക.